മുബീൻ. ദുഃഖത്തിലും സന്തോഷത്തിലും നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണമേ. ഈ കമാൻഡ് ശിരസാവഹിക്കാൻ വന്നവരാണ് മനുഷ്യർ. ദുഃഖത്തിലും സന്തോഷത്തിലും പടച്ചവൻ അനുസരിക്കണമേ. നമ്മൾ ദുഃഖത്തിൽ വല്ലാണ്ട് അനുസരിക്കുന്നുണ്ട്. മരിച്ചോടത്ത് പോകാൻ വേണ്ടി മാത്രം ചില പർദ്ദ അല്ലേ, മരിച്ചോടത്ത് പോകാനുള്ളതാ. പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ അത് വേറെ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ അത് വേറെയാണ്. കല്യാണത്തിന് പിന്നെ മരിച്ചോടത്ത് പിന്നെ അത് പറ്റില്ലല്ലോ. ദുഃഖങ്ങളിൽ നമ്മൾ ഏറെക്കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ യാസീനും ഖുർആനും ഒക്കെ ഓതുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്. ഈ സന്തോഷം വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് കൈവിട്ടു പോവുക അല്ലേ. കൈവിടരുത്. അതുകൊണ്ട് തലമുറകൾ, ഇനി അടുത്തൊരു തലമുറ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ യുവതലമുറയുടെ മസ്തിഷ്കം? എങ്ങനെയായിരിക്കും? എന്തായിരിക്കും? സാംസ്കാരിക പതനം അത് എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാലഘട്ടങ്ങളിലും അതിൻ്റേതായ രീതിയിലും ഭാവത്തിലും ഒക്കെ നടക്കും. പക്ഷേ അറിവും ജ്ഞാനവുമുള്ള ആളുകൾ അതിൽ ഇടപെടാറുണ്ട്. ഇപ്പം ഇടപെടുന്നില്ല എന്നതാ വിഷയം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അല്ലാഹുവേ നീ അവരെ ഏറ്റെടുക്കണമേ എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം നമ്മൾ. അല്ലാഹുവേ വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും, ഈ പരിപാടിക്ക് കാരണക്കാരായവർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വളണ്ടിയേഴ്സ്, ഇവിടെ വന്നിരിക്കുന്ന ഉമ്മ പെങ്ങന്മാർ, ഉപ്പമാർ, ജ്യേഷ്ഠാനുജന്മാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഏറ്റെടുത്താൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ. വഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ലം യദുർറഹു ദംബുൻ. ഉസ്താദ് അവറുകൾ യാത്ര ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിച്ചിട്ട് ജസാക്കുമുല്ലാഹ് ഖൈർ. وإذا أحب الله عبدا لم يضره ذنب. അല്ലാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ചെറിയ തെറ്റുകൊണ്ടൊന്നും അവർക്ക് പ്രയാസം വരില്ല എന്നൊരു ഹദീസുണ്ട്. അങ്ങനെ ഒരു ഹദീസുണ്ട്, റിസാലത്തുൽ ഖുശൈരിയയിൽ കാണാൻ കഴിയും. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ലം യദുർറഹു ദംബുൻ എന്നതിനർത്ഥം അല്ലാഹു ഒരു മനുഷ്യനെ ഏറ്റെടുക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ട് ആ മനുഷ്യനൊരു കാലിടറിപ്പോയാൽ ആ മനുഷ്യനെ അല്ലാഹു തൗബ ചെയ്യാൻ തൗഫീഖ് ചെയ്യും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അല്ല തെറ്റ് ചെയ്തവരുടെ കുഴപ്പം വരില്ല എന്നല്ല. ഒരാൾ ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാൾ, അങ്ങനത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും എത്ര ഉണ്ട്? അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ആൾ നമ്മൾ വിചാരിക്കുന്ന ആളുകളും അല്ലാത്തവരൊക്കെ ഉണ്ടാവും. വഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരാളെ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ദിവ്യമായ സ്നേഹത്തിന് നമ്മൾ പാത്രീഭൂതരാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവൻ നമ്മളെ ഇഷ്ടപ്പെടുമോ? അതൊരു വലിയ വിഷയം. നമുക്ക് അല്ലാഹുവിനെ ഇഷ്ടപ്പെടും. നമുക്ക് ഒരാൾ അങ്ങോട്ട് സ്നേഹിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ആളെ ഇങ്ങോട്ട് സ്നേഹിക്കണ്ടേ? അതാണ് വിഷയം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും താബിഈയുമായ റബീഉ ഇബ്നു ഹുസൈം എന്നവരോട് പറഞ്ഞ ആ ഒരു വാക്ക് നമ്മൾ വീണ്ടും പറയുകയാണ്. യാ റബീഅ് ലൗ റആക റസൂലുള്ളാഹി ലഹബ്ബക. റബീഅേ, അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങാനും അങ്ങയെ കാണുകയായിരുന്നുവെങ്കിൽ, അവർ താബിഈയാണ്, ഹബീബായ നബി തങ്ങളെ കാണാൻ സാധിച്ചിട്ടില്ല, നബി തങ്ങളെ കണ്ടിട്ടില്ല. എന്നാൽ റബീഅേ, നബി തങ്ങൾ എങ്ങാനും അങ്ങയെ കാണുകയായിരുന്നുവെങ്കിൽ ലഅഹബ്ബക, തങ്ങൾ അങ്ങയെ സ്നേഹിക്കുമായിരുന്നു. പരിചയപ്പെടുന്നല്ല പറഞ്ഞേ, തങ്ങൾ അങ്ങയെ സ്നേഹിക്കുമായിരുന്നു. റബീഅേ, നിങ്ങളുടെ സ്വഭാവം അത്രമേൽ നല്ലതാണ് എന്നൊരു ഗുരുനാഥൻ തൻ്റെ ശിഷ്യന് കൊടുത്ത സർട്ടിഫിക്കറ്റാണത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി തൻ്റെ ശിഷ്യനായ താബിഈയായ റബീഅ തങ്ങൾക്ക് കൊടുത്ത സർട്ടിഫിക്കേഷൻ. റബീഅേ, തങ്ങൾ അങ്ങയെ കണ്ടാൽ അങ്ങയെ ഇഷ്ടപ്പെടും. ഉലമാ അവിടെ അപ്പ പറയും, ഇതാണ് വിഷയം. നമ്മൾ നബി തങ്ങൾ ഇഷ്ടപ്പെടും, സ്നേഹിക്കും. റബീഉൽ അവ്വലാകുമ്പോൾ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു മദ്ഹങ്ങനെ നമ്മൾ പാടി പുകഴ്ത്തും അല്ലേ. മൗലൂദ് പാരായണങ്ങളൊക്കെ നടക്കണം. പക്ഷേ തങ്ങൾ നമ്മളെ സ്നേഹിക്കോ? നമ്മളെ കണ്ട നബി തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നൂ? തങ്ങൾക്ക് നമ്മുടെ ഹൃദയം
കാണാൻ കഴിയും. അള്ളാഹു തങ്ങൾക്ക് അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുമോ? നമ്മൾ അങ്ങോട്ട് ഹബീബിനെ ഇഷ്ടപ്പെടുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുമോ? അതിനുവേണ്ടി ജീവിച്ചോളി. അതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാഹു ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ലം യളുറഹു ദംബുൻ, അവർക്ക് സംഭവിക്കുന്ന കൊച്ചു കൊച്ചു തെറ്റുകളും കൊണ്ടൊന്നും ഒരു പ്രയാസവും വരുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് ഉടനെ അള്ളാഹു തൗബ ചെയ്യാൻ തൗഫീഖ് ചെയ്യും. ഇത് അള്ളാഹു ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അള്ളാഹ് ഏറ്റെടുക്കുമ്പോഴാണ് ഔലിയാക്കന്മാരെന്ന് പറയാം. അള്ളാഹ് ഏറ്റെടുത്തു, നിങ്ങൾ എൻ്റെ ആളുകളാണ് എന്ന് അല്ലാഹു തആല പറയണം. സൂറത്തു ആലി ഇംറാനിലെ ഉഹദ് യുദ്ധത്തെ സംബന്ധിച്ച് പറഞ്ഞ ആയത്ത്, അവിടെ തന്നെ അല്ലാഹു തആല ബദറിൻ്റെ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ غَدَوْتَ مِنْ أَهْلِكَ تُبَوِّئُ الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ وَاللَّهُ سَمِيعٌ عَلِيمٌ. إِذْ هَمَّتْ طَائِفَتَانِ مِنْكُمْ أَنْ تَفْشَلَا وَاللَّهُ وَلِيُّهُمَا وَعَلَى اللَّهِ فَلْيَتَوَكَّلِ الْمُؤْمِنُونَ. നബിയെ, ഉഹദ് യുദ്ധം നടക്കുമ്പോൾ അങ്ങയുടെ അനുയായികളിൽപ്പെട്ട 2 വിഭാഗം ആളുകൾ ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ തോന്നിയിരുന്നു. അവർക്ക് യുദ്ധം അങ്ങോട്ട് വഴിതെറ്റാൻ തുടങ്ങി, ശത്രുക്കൾ അടിച്ചു കയറാൻ തുടങ്ങി. ബനു ഹാരിസ, ബനു സലമ, ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബങ്ങളാണിത്. ജാബിർ തങ്ങൾ പറയുമായിരുന്നു, ഫീനാ നസലത് ത്വായിഫതാനി മിൻകും, ഇദ് ഹമ്മത് ത്വായിഫതാനി മിൻകും എന്ന് പറയുന്ന സൂറത്ത് ആലി ഇംറാനിലെ 122-ാമത്തെ ആയത്ത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് വന്ന ആയത്താണ്. ബനു സലമയെക്കുറിച്ച്, അതുപോലെ തന്നെ ബനു ഹാരിസയെക്കുറിച്ച്. എന്താ പറയണമെന്നറിയോ? ആ ആയത്തിറങ്ങിയതിൽ وما يسرني أنها لم تنزل لقول الله والله وليهما. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണിത്. ആ ആയത്തിൽ പറഞ്ഞത് ആർക്കും അറിയില്ല ഈ സംഭവം. ഒരുപാട് സ്വഹാബികൾ യുദ്ധത്തിലിറങ്ങിയിട്ടുണ്ട്. അതിൽ ബനു ഹാരിസ, അതുപോലെ ബനു സലമ, ഈ 2 ഗോത്രത്തിലെ മുഴുവൻ ആളുകളും യുദ്ധക്കളം വിട്ട് ഓടാൻ തീരുമാനിച്ചു. മനസ്സിൽ ചിന്ത വന്നു, രക്ഷപ്പെട്ടു കളയാം, ഇതാരും അറിയില്ല. അള്ളാഹു ആയത്തിറക്കി. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു, മാനക്കേടല്ലേ, നിങ്ങൾ ഉള്ളിലിരിപ്പല്ലേ ഇപ്പൊ പഠിച്ചോ ആയത്തിൽ ഇറക്കിയത്, നിങ്ങൾ ഓടാൻ തീരുമാനിച്ച് നിൽക്കുകയായിരുന്നല്ലേ. ഇപ്പൊ ജാബിർ തങ്ങൾ പറഞ്ഞു, ആ ആയത്തിറങ്ങിയതിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. എന്താ കാര്യം എന്നറിയോ? അതിൻ്റെ ഇടയിൽ അള്ളാഹു 2 വാക്ക് പറഞ്ഞു, അത് മതി. എന്താ പറഞ്ഞത്? വല്ലാഹു വലിയുഹുമാ, ആ 2 ഗോത്രത്തിൻ്റെയും രക്ഷിതാവ്, അവരുടെ സംരക്ഷകൻ അല്ലാഹുവാണ്. അത് എൻ്റെ ആളുകളാണ്. അതല്ല ഞങ്ങളെ പറ്റി പറഞ്ഞില്ലേ, അത് മതി. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി എന്നുള്ള വിളിച്ചു പറഞ്ഞു, ആയിക്കോട്ടെ. അല്ലാഹു തആല പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് മാനക്കേട് തോന്നുന്നില്ല. ആ ആയത്തിൽ വല്ലാഹു വലിയുഹുമാ എന്ന വാക്കില്ലേ, അത് മതി, പോരെ. അല്ലാഹ് ഞങ്ങളാണെന്നല്ലേ പറഞ്ഞത്. അല്ലാഹു പറയാണ്, അല്ലാഹു അവരുടെ രക്ഷിതാവാണ്, അല്ലാഹു അവരുടെ സംരക്ഷകനാണ്. അങ്ങനെ അവിടെ മനസ്സ് മാറി, അവർ പിടിച്ചു നിന്നു, അവർ യുദ്ധം ചെയ്തു. എന്നിട്ട് അതിൻ്റെ അവസാനം ആ ആയത്ത് അവസാനിക്കുന്നത് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അവനാണ് ജന്മം തന്നത്, അവനാണ് മരിപ്പിക്കുന്നത്, അവനാണ് പ്രപഞ്ചത്തെ കൃത്യമായി കൊണ്ടു നടക്കുന്നത്. കൃത്യമായ ഉദയം, കൃത്യമായ അസ്തമയം, ചന്ദ്രോദയം, ചന്ദ്രാസ്തമയം, മാസങ്ങളും ദിവസങ്ങളും കടന്നു പോകുന്നത്. ഈ പ്രകൃതിയിൽ നിശ്ചയിക്കപ്പെട്ട സർവമാന സംവിധാനങ്ങളും വെറുതെ ഉണ്ടായതല്ലെന്നും ഇത് കൃത്യമായും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനായ കാരുണ്യവാനായ അല്ലാഹുവാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ. ആരെയാണ് കാര്യങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്? വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ.
സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. ഗൾഫിലുള്ള മക്കളെ മേൽ തവക്കുൽ ചെയ്യണ്ട, അവരെ പണി പോയിന്ന് വരും. ചിലപ്പോൾ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്, അവർക്ക് ഡോക്ടർമാരായി പട്ടാമ്പിയിൽ ക്ലിനിക്കൊക്കെ തുടങ്ങിയാൽ ഞാൻ രക്ഷപ്പെടൂലേ? അതിൻ്റെ മുമ്പ് അവർ മരിക്കുമോ നിങ്ങൾ മരിക്കുമോ ഒന്നും അറിയില്ല. തവക്കുൽ അവിടെ നിന്ന് കൊണ്ടുവെക്കേണ്ട സാധനമല്ല. അതെവിടെയാണ്? അലല്ലാഹ്. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ നാടും ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. പടച്ചവനെ ഏൽപ്പിച്ചോളേ. അള്ളാഹു അല്ലാത്ത എന്തിനെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തവക്കുൽ ചെയ്യുന്നുണ്ടോ ആ വഴിയിൽ നിന്ന് പരീക്ഷണം വരുന്ന. ചിലപ്പോൾ ചില കുട്ടികൾ പറയും, എൻ്റെ ഭർത്താവ് മുപ്പര് മരിച്ചാൽ എനിക്ക് ജീവിതമല്ല, മുപ്പരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയൂല. ഫുള്ള് തവക്കുൽ ഭർത്താവിൻ്റെ മേത്തുക. ആ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കും, അതാണ്ടാവുക. മക്കളെക്കുറിച്ച് പാകത്തിന് മതിയെന്ന സ്നേഹം അതൊക്കെ. എന്തേ? വല്ലാണ്ടങ്ങ് കൽബ് അങ്ങോട്ട് പോയാൽ ആ വഴിയിലൂടെ ഒരു പരീക്ഷണം വരും, നമുക്ക് താങ്ങാൻ കഴിയില്ല. തവക്കുൽ എവിടെയാണ്? ഇത് മുഅ്മിനീങ്ങളോട് ഖുർആൻ പറയാം, മുഅ്മിനീങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുക. അള്ളാഹുവിനെ ഏൽപ്പിക്കണം. നമ്മുടെ ജോലി, നമ്മുടെ മുതലാളിനെ തവക്കുലാക്കണമല്ലൊക്കെ ഉണ്ട്. പഠിച്ചോനെ എൻ്റെ എൻ്റെ മുതലാളി ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടോ, എൻ്റെ കുടുംബമുണ്ടോ? മുതലാളി മരിക്കൂലേ? ആൾക്ക് രോഗം വരൂലേ? അയാളെ ബിസിനസ് തകരൂലേ? അപ്പം ആരാ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? ഇവരൊന്നും അല്ല. പിന്നെ ആരാണ്? അൽമൈറ്റി അല്ലാഹ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഇതൊക്കെ നമ്മുടെ ദീനും നമ്മുടെ ഇസ്ലാം നമ്മുടെ ഖൽബിന്ന് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഈമാനും തവക്കുലൊന്നും ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. പെരുന്നാളോ റമദാനൊക്കെ വന്നു പോകുന്നുണ്ട് എന്നതിലപ്പുറം നമ്മുടെ ഈമാൻ വന്ന് പുതുക്കിപ്പണിയുന്ന ഒരു പണി അനിവാര്യമാണ്. إذ همت طائفتان منكم أن تفشلا والله وليهما ബനു ഹാരിസ ബനു സലമ, അല്ലാഹു നിങ്ങളുടെ വലിയാണ്. വതവല്ലനി ഫീമൻ തവല്ലൈത്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വിലായത്ത് തരണം, നീ ഞങ്ങളെ ഏറ്റെടുക്കണം. അള്ളാഹു ഏറ്റെടുത്തവരാണ്. അതിൻ്റെ പേരിൽ ആ യുദ്ധക്കളത്തിൽ നിന്നും ഓടാതെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. അതാണ് വല്ലാഹു വലിയുഹുമാ. തോന്നിയിരുന്നു കൽബിൻ്റെ ഉള്ളിൽ, പക്ഷെ അവർ ഓടിയില്ല. എന്തുകൊണ്ട്? അവർ അള്ളാഹിൻ്റെ ആളുകളാ. പിന്നെ ഒരു പേടി തോന്നുമ്പോൾ ആർക്കും അങ്ങനെയൊക്കെ തോന്നൂലേ? അതൊന്നും സാരമില്ല. അള്ളാഹു ഏറ്റെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ അവർക്ക് വരുന്ന വീഴ്ചകളെ, ചില പതറലുകളിൽ കൈപിടിക്കാൻ അള്ളാഹു കൂടെയുണ്ടാകും. ഞാൻ പറയുന്നതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കാര്യമാണ് കേട്ടോ. അനുഭവിക്കാൻ പറ്റും, അനുഭവിക്കും. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് വെറുതെ ഇങ്ങനെ മൂലയിൽ വേളറിഞ്ഞു പോവുകയാണ്. ഇത് ഞങ്ങളോടൊന്നുള്ള ഒന്നല്ല, അത് വേറെ ആർക്കോ ഉള്ള അങ്ങനെയൊന്നും തോന്നണ്ട. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അള്ളാഹു നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ പിന്നെ അല്ലാത്തവർക്കും അള്ളാഹു ചെയ്തു കൊടുക്കുന്നില്ലേ? ചെയ്തു കൊടുക്കുന്നുണ്ട്. പടച്ചോൻ ഇല്ല എന്ന് പറയുന്നവർക്കും അന്നവും വെളിച്ചവും ഓക്സിജനൊക്കെ അള്ളാഹു കൊടുക്കണില്ലേ? ഉണ്ട്. മുഅ്മിനീങ്ങളുടേത് വിലായത്താണ്, സ്നേഹത്തിൻ്റെ ഏറ്റെടുക്കലാണ്. അല്ലാത്തേത് നിലനിൽപ്പിൻ്റെ ഏറ്റെടുക്കലാണ്. ഒരു മരിക്കാതെ ജീവിച്ചു പോകാൻ, സത്യം കേൾക്കാൻ അവസരം കൊടുക്കും. അവർക്ക് വേണോ വേണ്ടെന്നൊക്കെ അവരുടെ ചിന്തയാണ്. ചിലപ്പോൾ കുറേ ചീത്ത പറഞ്ഞു വരും അവർ. ചിലർ കുറേ ചീത്ത പറഞ്ഞിട്ട് പിന്നെ ഇത് തരക്കേടില്ലല്ലോ എന്ന് തോന്നുന്നവരുണ്ടാവും. മുഅ്മിനീങ്ങളെ അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അള്ളാഹു എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? അള്ളാഹു ഏറ്റെടുക്കുന്നത് പല വിധത്തിലാണ്. ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ തെറ്റിലേക്ക് പോകാതെ പടച്ചതമ്പുരാൻ അവിടെ നിങ്ങൾക്കൊരു തടയിട്ട് തരും. എന്തോ ഒരു ടൂറുണ്ട് ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസക്ക് റെഡിയാക്കി പോകാൻ നിന്നതാ. അപ്പോൾ പറയാ, എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ മരിച്ച ഒരു ട്രിപ്പ് ക്യാൻസലാ. അതൊരു ഖൈറാണ്. എന്തേ? ഈ മോനെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വല്ല അലമ്പും ചെയ്യാനുള്ള പോക്കായിരിക്കും. അതങ്ങ് മുടങ്ങിക്കിട്ടിയില്ലേ? അള്ളാഹു ചെയ്ത വിലായത്ത് ആ രീതിയിൽ കാണും ചിലപ്പോൾ. മറ്റൊന്ന്, തിന്മ ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് താലോലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രേമൊക്കെ തലയിൽ കയറുമ്പോൾ അങ്ങനെ അവസ്ഥ. അതങ്ങ് പിന്നെ അങ്ങ് ആര് പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. എന്ത് അത് പറഞ്ഞു കുട്ടീൻ്റെ തലയിൽ കയറണ്ടേ? അവരുടെ ചിന്തയിൽ ആ ഒരു ഭ്രമം തലയിൽ കയറിയാൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബ്ലൈൻഡ്നെസ്, അന്ധത ബാധിക്കും. അപ്പം പിന്നെ എന്തും പറഞ്ഞു കൊടുത്താൽ തിരിയില്ല.
അത് ചിന്തകൾ ഇങ്ങനെ കയറി കയറി വന്ന് അവസാനം എത്തുന്നൊരു ലെവല. അത് തുടക്കത്തിലെ അങ്ങ് മുറിച്ചു കളഞ്ഞാൽ അതുണ്ടാവില്ല. അതുകൊണ്ട് മനുഷ്യ മനസ്സുകളിലേക്ക് തിന്മകൾ, ഒരു വിശ്വാസിയുടെ മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലേക്ക് തിന്മയുടെ ചിന്തകൾ വരുമ്പോൾ ആ തിന്മയെ തടയിട്ടുകൊണ്ട് അല്ലാഹു സംരക്ഷിക്കും. അതും ഒരു വിലായത്താണ്. മൂന്നാമത്തേത്, ഇനി എങ്ങാനും ഒരു തിന്മ സംഭവിച്ചു പോയാൽ തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു കൊടുക്കും. തൗബ ചെയ്ത് മടങ്ങ്, പടച്ചവനെ പറ്റിപ്പോയിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, റബ്ബേ മാപ്പ് നൽകണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കാനുള്ള ഒരു തൗഫീഖ് അതും വേണ്ടേ? അതില്ലെങ്കിൽ എങ്ങനെ ചോദിക്കുക? കള്ളു കുടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോഴെങ്കിലും അല്ലാഹുവിനോട് റബ്ബേ ഈ കുടിയൊക്കെ നിർത്തി, എനിക്കൊന്ന് നന്നാവണം, മയക്കുമരുന്നിന് അഡിക്റ്റാണ്, പടച്ചവനെ എൻ്റെ ബ്ലഡ്. മയക്കുമരുന്നിൻ്റെ കാര്യം പറയണ്ട. ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് അടിക്കണ ഒരൊറ്റ കുട്ടി ഭൂമിൻ്റെ മുകളിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. 10 കൊല്ലേക്കേ ബോഡിക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ, പിന്നെ അങ്ങ് സഡൻ ഔട്ടായി പോകും. അപ്പോൾ എല്ലാവരും ഇത് അടിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ചെറുപ്പക്കാരുണ്ടാവില്ല. 10 കൊല്ലം കഴിഞ്ഞാൽ ഈ മക്കളൊക്കെ പോകും. അറ്റാക്കായവരുള്ളൂ, പിന്നെ തരൂല. ഈ ഒരു ജീവിതത്തിനെ കുറിച്ചാണ് ചോദ്യം. നിങ്ങൾ പുരണ്ടാക്കിയതൊന്നും ചോദ്യമല്ല. കുട്ടികളെ കെട്ടിച്ചോ, അതൊന്നും വിഷയമല്ല. ഞാൻ പറഞ്ഞയച്ച പണി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുള്ളൂ. നമ്മളാകെ പുരണ്ടാക്കണേയും ജോലിയുടെയും ചിന്തയിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടുക. പടച്ചോൻ ഏൽപ്പിച്ച പണി നമുക്ക് ഓർമ്മയില്ല. നമ്മുടെ ഖൽബ് കൊണ്ട് നിരന്തരം അല്ലാഹുവുമായി സംവദിക്കാനാണ് ഈ ജീവിതം തന്നത്. എന്തിലും ഏതിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കണ്ടെത്തി. ഈ ദുന്യാവിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയല്ലേ അത്? യുക്തിവാദിക്ക് എന്താ ഈ ദുന്യാവിലൊക്കെ റാൻഡംനെസ്, ഇതൊക്കെ അങ്ങനെ നടക്കുന്നു. നമുക്കങ്ങനെയല്ല. ഒരു ഇല അനങ്ങുന്നത് പോലും അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. മഹാനായ ഹാരിസ് ഇബ്നു അസദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുമായിരുന്നു, അള്ളാഹുവിൻ്റെ വലിയായൊരു മഹാനാണ് അൽ ഹാരിസ് ഇബ്നു അസദ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. ബൈനി വ ബൈനല്ലാഹി അലാമ അല്ലാ യസൂഗനി തുആമൻ ഫീഹി ശുബ്ഹ. ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധത്തിനൊരടയാളമുണ്ട്. എന്താ അടയാളം എന്നറിയോ? ഹറാമായ ഒരു ഭക്ഷണവും എൻ്റെ വായിലൂടെ കടക്കരുത് എന്ന് ഞാനും അള്ളാഹുവിൻ്റെ ഇടയിലുള്ള ഒരു നിബന്ധനയുണ്ട്. പടച്ചവനെ, നീ എന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കിഷ്ടമില്ലാത്ത ഒരാളിൻ്റെ, നിനക്കിഷ്ടമില്ലാത്ത ഹലാലല്ലാത്ത ഏതെങ്കിലും ഒരു ഭക്ഷണം എൻ്റെ വായിലേക്ക് പോകരുത് റബ്ബേ. അത് നീയായിട്ടിങ്ങ് തടഞ്ഞു വെച്ചേക്കണം. ഇപ്പൊ പലിശ ഏർപ്പാടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ നാട്ടിലൊക്കെ ഉണ്ടാവും, പള്ളി കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ വേലുണ്ടെന്ന് അവന് മൂലർക്ക് ഭക്ഷണം ഞാൻ കൊടുത്തേക്കാം, അയാൾ പറഞ്ഞേക്കാം. അയാളുടെ വീട്ടിലെ ഭക്ഷണം പലിശയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അയാൾക്ക് വേറെ ഇൻകമൊന്നും ഇല്ല, ഈ ഒരൊറ്റ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളാണ്, ഈ ബാങ്കിലെ സാലറി കൊണ്ട് ജീവിക്കുന്ന ആളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഇത് ഹലാലാണോ അല്ലയോ? അള്ളാഹുവിനോട് പറയാ, പടച്ചവനെ, ഹലാലല്ലാത്തത് എൻ്റെ വായിലേക്ക് കടക്കരുത്, അത് നീ ഏറ്റെടുക്കണം. എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ ചെലവിനോട് എത്താൻ പറ്റാതിരിക്കേ, അപ്പോഴേക്കും വേറെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യേ, എങ്ങനെയെങ്കിലും അവിടെ കയറാതെ രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു റെഡിയാക്കി കൊടുക്കുന്ന, വായിലേക്ക് പോകാതെ. ഇങ്ങനെ ഒരു ബന്ധം ഞാനും റബ്ബും തമ്മിലുണ്ട് എന്ന് പറഞ്ഞത് മഹാനായ അൽ ഹാരിസ് ഇബ്നു അസദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ ഗുരുനാഥൻ അബുൽ അബ്ബാസിൽ മിർസി ഷാദുലി തുരീഖത്തിൻ്റെ പ്രഗത്ഭനായ പണ്ഡിതൻ, മഹാനവറുകളുടെ ഒരു ചരിത്രം ലതായിഫുൽ മിനലിൽ. ഇബ്നു അതാഇല്ലാഹി തങ്ങൾ ഈജിപ്തിലാണ്. അവരുടെ ഗുരുനാഥൻ മഹാനായ അബുൽ അബ്ബാസുൽ മിർസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖാമുള്ളത് അലക്സാൻഡ്രിയയിലാണ്. ഈജിപ്തിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ അപ്പുറം നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും. അവിടെ തൊട്ടടുത്താണ് ഇമാം ബൂസീരി തങ്ങളുടെ മഖാമുള്ളത്. ഇബ്നു അതാഇല്ലാഹി തങ്ങൾ പറയാ, എൻ്റെ ഗുരുനാഥനായ അബുൽ അബ്ബാസുൽ മിർസി, അബുൽ അബ്ബാസുൽ മിർസി തങ്ങൾ ഷാദുലി ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ്. ഒരുപാട് ആളുകൾ സിയാറത്ത് ചെയ്യുന്ന മഖാമാണ് അലക്സാൻഡ്രിയ നഗരിയുടെ ഹൃദയഭാഗത്തുള്ള അബുൽ അബ്ബാസുൽ മിർസി തങ്ങളുടെ മഖാം. അവിടെ ദുന്നൂനുൽ മിസ്രിയുണ്ട്, അബുൽ അബ്ബാസുൽ മിർസിയുണ്ട്, മഹാനായ ഇമാം ബൂസീരിയുണ്ട്. 3 മഹാന്മാരുടെ 3 പള്ളികളുള്ള 3 മഖാമുകൾ ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിലാണ്. ദുന്നൂനുൽ മിസ്രിയാണെന്നാണ് എൻ്റെ ഓർമ്മ, ശരിയാണെങ്കിൽ. ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ തിരുത്തണേ.
അബുൽ അബ്ബാസിൽ മിർസി തങ്ങളെ ബുസീരി ഇമാമിനെ അവിടെ രണ്ടിടത്ത് ഞങ്ങൾ എപ്പോഴും സിയാറത്ത് ചെയ്യാറുള്ളത്. മഹാനവറുകൾ പറയുന്നു, എൻ്റെ ഗുരുനാഥനായ അബുൽ അബ്ബാസുൽ മിർസി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർക്കുണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട്. ഞങ്ങൾക്കൊരാൾ അയാളുടെ തോട്ടത്തിൽ കൃഷിയുണ്ട്, ഫ്രൂട്ട്സിൻ്റെ കൃഷിയുണ്ട്. തൂത്ത് എന്ന് പറഞ്ഞാൽ ബെറിയാണ്, ബെറീസ്, സ്ട്രോബെറി, ബ്ലൂബെറി, പല ബെറികളുണ്ടല്ലോ. ആ ബെറിയുടെ ഒരു തോട്ടത്തിൽ നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചോളൂ, അവിടുത്തെ ഫ്രൂട്ട്സ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരാൾ ഞങ്ങൾക്ക് ക്ഷണം തന്നു. എൻ്റെ കൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ റംലിലേക്ക് പോവുകയാണ്. ഇസ്കന്ദരിയിൽ നിന്ന്, അലക്സാൻഡ്രിയയിൽ നിന്ന് റംലിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ അനിവാര്യതയൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്. പക്ഷെ ഈ തോട്ടത്തിൻ്റെ ആള് കൂടെ വന്നിട്ടില്ല. ആള് പറഞ്ഞു, ഇന്ന സ്ഥലത്തെത്തിയാൽ വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് മുമ്പോട്ട് പോയി പിന്നെ വലത്ത് കാണുന്നതാണ് എൻ്റെ തോട്ടം. അങ്ങനെ എന്തോ തോട്ടത്തിൻ്റെ അടയാളം പറഞ്ഞു കൊടുത്തു. ഇവർ ചെന്ന് കയറി ഒരു തോട്ടത്തിൽ അങ്ങ് ചെന്ന് നോക്കുമ്പോൾ തൂത്ത്സ്, ഫ്രൂട്ട്, ബെറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവരൊക്കെ വിശന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അവിടെ പോയി കഴിച്ചോളൂ എന്നാണല്ലോ തോട്ടത്തിൻ്റെ ഉടമ പറഞ്ഞത്. എല്ലാവരും കയറി കരിമ്പിൻ തോട്ടത്തിൽ ആന കയറി എന്നൊക്കെ പറയില്ലേ, അങ്ങോട്ട് കയറലും പറിക്കലും തിന്നലുമായിട്ട് ജോറായിട്ട് തിന്നുകൊണ്ടിരിക്കുമ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അങ്ങോട്ട് വന്നു. അപ്പോൾ അബുൽ അബ്ബാസിൽ മിർസി തങ്ങൾ പറയാ, ഞാൻ ആ ബെറി കഴിക്കാൻ വേണ്ടി മരത്തിൻ്റെ അടുത്ത് എത്തിയാൽ കലശലായ വയറുവേദന, ഞാൻ അവിടെ ഇരിക്കും. തിരിച്ച് തോട്ടത്തിൻ്റെ പുറത്തെത്തിയാൽ എനിക്കൊരു കുഴപ്പമില്ല. വീണ്ടും ചെല്ലും ആ പഴം പറിക്കാൻ, എനിക്ക് വയറുവേദന, എനിക്ക് മാത്രം വയറുവേദന. അത് പറിക്കാനും തിന്നാനും തോന്നുന്നില്ല, തിരിച്ചു പോരും. അങ്ങനെ 2-3 തവണ എനിക്ക് വയറുവേദന, കലശലായ വയറുവേദന. അവർ പോകുന്ന യാത്രയിൽ മഹാനായ അബുൽ അബ്ബാസിൽ മിർസി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നൽ വരിഅ മൻ വറഅഹുല്ലാഹ്, ഇന്നൽ വരിഅ മൻ വറഅഹുല്ലാഹ്. ഏറ്റവും വലിയ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആൾ ആരെന്നറിയുമോ? അള്ളാഹു ഏറ്റെടുത്തുകൊണ്ട് സൂക്ഷ്മത റബ്ബ് നടപ്പിലാക്കി കൊടുക്കുന്നവരുണ്ട്. അവരാണ് യഥാർത്ഥ സൂക്ഷ്മതയുടെ ആളുകൾ. നമ്മൾ പരിശോധിക്കണം. ചിലത് അള്ളാഹു ഇടപെട്ട് തരും. അങ്ങനത്തെവരാണ് ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ളവർ, വറഉള്ളവർ എന്ന ഒരു ചർച്ച, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മഹാനായ അബുൽ അബ്ബാസ് മിർസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതും പറഞ്ഞിട്ടാ തോട്ടത്തിലേക്ക് കയറിയത്. ഈ മഹാനവറുകൾക്ക് മാത്രം ഷാദുലി ത്വരീഖത്തിന്റെ ഷെയ്ഖും പ്രഗത്ഭനായ പണ്ഡിതനും ആയിരക്കണക്കിന് ആളുകളുടെ ഗുരുനാഥനുമാണ്. അതിൽ പ്രഗത്ഭനായ ശിഷ്യനാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി. കിതാബുൽ ഹിക്കം, തത്വജ്ഞാനങ്ങളുടെ കിതാബ് എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി. ഉസ്താദുമാർക്കൊക്കെ അറിയും ഈ പേര് പറയുമ്പോൾ. ആ മഹാന്റെ ഉസ്താദാണിത്. വയറുവേദന, തിന്നാൻ പറ്റണില്ല, വയറുവേദന. അപ്പോഴാണ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുന്നത്. അയാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, കൈഫ യഹില്ലു ലക്കും അൻ തഅകുലൂ മിൻ സമറതി ബുസ്താനി ബിഗൈരി ഇദ്നി, എൻ്റെ സമ്മതമല്ലാതെ എൻ്റെ തോട്ടത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തിന്നാനാ? നിങ്ങൾക്ക് എന്താ പറയാ, പണ്ഡിതന്മാരല്ലേ, മുസ്ലിയാക്കന്മാരല്ലേ, നിങ്ങളിത് തിന്നാണോ എന്ന് ചോദിച്ച തോട്ടത്തിൽ. അപ്പോൾ നോക്കുമ്പോൾ തോട്ടം മാറിയിട്ടുണ്ട്. ഇത് വേറെ ഏതോ ആളുടെ തോട്ടത്തിലേക്ക് അവർ കയറി ചെന്നത്. അബുൽ അബ്ബാസിൽ മിർസി തങ്ങൾക്ക് തിന്നാൻ പറ്റിയിട്ടില്ല, വയറുവേദന കൊണ്ട്. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ, ഇന്നൽ വരിഅ മൻ വറഅഹുല്ലാഹ്, ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ള ആളെന്ന് പറയുന്നത് അള്ളാഹു സൂക്ഷ്മത നൽകുന്നവരാണ്. പടച്ചവൻ സ്റ്റോപ്പ് ചെയ്യിച്ചതാ. ആ വയറുവേദന ഇല്ലെങ്കിൽ അദ്ദേഹം തിന്നുവത്. ഇത് ഏതോ ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ തോട്ടത്തിൽ കയറിയിട്ടായി ഭക്ഷണം കഴിക്കുന്നത്, അവർ ആ ഫ്രൂട്ട്സ് എടുത്തത്, അത് അവർക്ക് അനുവദിക്കപ്പെട്ടതായിരുന്നില്ല. അവരുടെ തോട്ടം വേറെ എവിടെയോ ആണ്, പക്ഷെ ഇത് സ്ഥലം മാറിപ്പോയതായിരുന്നു. അത് എങ്ങനെ മഹാന്റെ വയറിന് തിരിഞ്ഞു എന്നതാണ് ചർച്ച. അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. സുബ്ഹിക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കുന്നത്, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുമ്മ പടച്ചവനെ, ഇഹ്ദിനി ഫീമൻ ഹദൈത്, നീ ആർക്കെല്ലാം സന്മാർഗദർശനം നൽകുന്നു റബ്ബേ, എനിക്ക് സന്മാർഗദർശനം നൽകണമേ. വആഫിനി ഫീമൻ ആഫൈത്, നീ ആരോഗ്യം നൽകുന്നുവല്ലോ, എനിക്കും ആരോഗ്യം നിലനിർത്തി തരണമേ. ആരോഗ്യമില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റുമോ? ആരോഗ്യമില്ലെങ്കിൽ സൽക്രമം ചെയ്യാൻ പറ്റുമോ? സേവന പ്രവർത്തനങ്ങൾ ഇടപെടാൻ പറ്റുമോ? ജോലിക്ക് പോകാൻ പറ്റുമോ?
ഇത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് വതവല്ലനി, ആരോഗ്യമുണ്ട്, നമ്മുടെ ആരോഗ്യം തിന്മയിലേക്ക് പോകരുത്. സംസാരിക്കാൻ കഴിവുണ്ട്, പക്ഷെ വേണ്ടാത്തരം പറയരുത്, നോവിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ആഫിയത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ളൊരു ഏറ്റെടുക്കൽ കിട്ടണം. അതാ പിന്നെ ചോദിക്കുന്നത്. വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ ഏറ്റെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും ഏറ്റെടുക്കണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത്, എന്നിട്ട് അല്ലാഹുവിനോട് ബർക്കത്തിനെ ചോദിക്കുകയാണ്. വബാരിക് ലീ ഫീമാ അഅതൈത്, നീ നൽകിയതിലെല്ലാം ബർക്കത്ത് നൽകണമേ. പിന്നെ പറഞ്ഞു, റബ്ബേ നിന്റെ ഖലാ, ശർറായ നിന്റെ ഖലായിൽ നിന്ന് നീ എനിക്ക് കാവൽ നൽകണമേ. വഖിനി ശർറ മാ ഖളൈത്. പിന്നെ പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള മദ്ഹ, ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക. അത് അല്ലാഹുവിനെ പറ്റിയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: ഹിദായത്ത്, ആഫിയത്ത്, വിലായത്ത്, ബറക്കത്ത്, വിഖായത്ത്. ഇത് കിട്ടിയ പിന്നെ എന്താ വേണ്ടതൊരു ദിവസം? ആ ദിവസം ശരിയായില്ലേ? ആ ദിവസത്തിന് പിന്നെ എന്ത് കുഴപ്പാണ്? യാ അല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണമേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണമേ. അബൂ അബ്ദുറഹ്മാൻ സുലമി തങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്, അബൂ ഹഫ്സ് തങ്ങളോട് ആഫിയത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ തൻ്റെ ഗുരുനാഥൻ അബൂ ഹഫ്സ് തങ്ങൾ പറഞ്ഞു, ജനങ്ങൾ ആഫിയത്ത് എന്താണെന്ന് മനസ്സിലാവാതെ ചോദിച്ചത് അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ആഫിയത്ത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആരോഗ്യം മാത്രം, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ പൈസയാണ്, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് എന്ന് വിചാരിക്കരുത്. ചോദ്യവും തെറ്റിയവർക്ക് അവർ ഉത്തരം പ്രതീക്ഷിച്ചതും തെറ്റായിരുന്നു. സഅലുല്ലാഹൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്ത് തരണേ എന്ന് ചോദിക്കുമ്പോൾ അവരറിഞ്ഞില്ല. വലം യഅരിഫു അന്നൽ ബലാഅ യതവല്ലദു മിനൽ ആഫിയ, ആരോഗ്യമുള്ള അവസ്ഥയിൽ, സമ്പത്തുള്ള അവസ്ഥയിൽ, നമ്മൾ സുഖമനുഭവിക്കുന്ന അവസ്ഥയിലാണ് ബലാഉകൾ വരുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയല്ലേ? പൈസ ഉണ്ടാണ്ട് മൂലക്ക് പോയിരുന്നോളും. അത് കിട്ടുമ്പോഴല്ലേ ഈ മയക്കുമരുന്നും ഡ്രഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ വിപണിയിൽ ഇറങ്ങുന്നത്. കാശുണ്ടായിട്ടല്ലേ? ആഫിയത്ത് അല്ലാഹു നൽകുമ്പോഴല്ലേ, ആരോഗ്യം ഉണ്ടാകുമ്പോഴല്ലേ തിന്മയിലേക്ക് പോകുന്നത്. ആളുകൾക്ക് അറിഞ്ഞില്ല. ആഫിയത്തിലൂടെ ബലാ വരും, പരീക്ഷണങ്ങൾ വരും. കാരണം സയ്യിദുന ആദം അലൈഹിസ്സലാം വമഹില്ലുഹാ അന്ന ആദം അലൈഹിസ്സലാം കാന ഫിൽ ജന്നതി മുആഫൻ മുനഅമൻ ഫതവല്ലദ മിനൽ ആഫിയത്തിൽ ബലാ. ആദം നബി അലൈഹിസ്സലാത്തിൽ അല്ലാഹുവിന്റെ വലിയ നിഅമത്തിലല്ലേ കഴിഞ്ഞത്. വേണ്ടത് തിന്നോളൂ ആദമേ, നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കുടിച്ചോളൂ, ഉടുത്തോളൂ, എന്താണ് വേണ്ടത് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ലോകത്ത്, ആഫിയത്തിന്റെ ലോകത്ത് നിൽക്കുമ്പോഴാണ് അരുതാത്ത പഴം തിന്നണം എന്ന തോന്നൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖൽബിലേക്ക് വന്നത്. ആഫിയത്തിൽ വന്ന ഒരു പരീക്ഷണമാണ്. നമ്മൾ മനസ്സിലാക്കണം, ആഫിയത്തിൽ വന്ന പരീക്ഷണമാണത്. അതുകൊണ്ട് അല്ലാഹു തആലയോട് ആഫിയത്തിനെ ചോദിക്കുന്നതോടൊപ്പം അല്ലാഹുവിനോട് നമ്മളെ ഏറ്റെടുക്കണേ എന്ന് പറയണം, വിലായത്ത് ചോദിക്കണം. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും നിന്ന് എണീറ്റൊന്ന് സ്വലാത്തിൽ ഇരുന്നാലോ? അല്ലേ? എണീക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എണീറ്റ് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞാൽ നല്ല റാഹത്ത് തോന്നും. ഒരു ഡയാലിസിസ് സെൻ്റർ വേണം, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രം, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഫിസിയോതെറാപ്പി സെൻ്റർ, ഹോസ്പിറ്റലുകളിൽ നിന്ന് മടക്കിയ രോഗികൾക്കുള്ള വിശ്രമ കേന്ദ്രം, പിന്നെ ഹോം കെയർ. ഇതൊക്കെ നമ്മുടെ പദ്ധതിയുടെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അമലിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യുക, കാര്യമായിട്ട് ആ പേഴ്സൊക്കെ എടുക്കുമ്പോഴൊന്ന് കൂട്ടത്തിൽ നന്നായിട്ട് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അമൽ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അമലിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി മേലെ പട്ടാമ്പിയിലെ പ്രഗത്ഭ വ്യക്തിത്വത്തിനുടമയായിരുന്ന മർഹൂം തൊളിരിക്കപ്പള്ളിയാലിൽ ഉമ്മർ എന്ന മാനുഹാജി എന്നിവരുടെ ഭാര്യ ആയിഷ എന്നിവരുടെ ഓർമ്മക്കായി അവരുടെ മക്കൾ ആവശ്യമായ ഭൂമി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആ ഉമ്മയുടെ ഖബറിലേക്ക് കിട്ടുന്ന വലിയൊരു അമലായി. രണ്ടുപേരുടെയും മാനുഹാജിയുടെ പേരിലും അവരുടെ ഉമ്മയുടെ ഭാര്യ ആയിഷയുടെ പേരിലും
അള്ളാഹു രണ്ടുപേർക്കും മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. മക്കൾ ചെയ്ത ആ ഒരു സ്വതക്ക കൊണ്ട് ഖബറിൽ അള്ളാഹു സുഖം നൽകട്ടെ. സ്വലാത്തെല്ലാം മറന്നല്ലേ? സ്വലാത്ത് ചൊല്ലിയിട്ടിരിക്കട്ടോ. ബിസ്മില്ലാ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിക്കി സ്വലാത്ത് ചൊല്ലുമ്പോഴേ ആരാണോ ചൊല്ലുന്നത് ആളെ പേരെന്താ, അവളുടെ പേരെന്താ, ഉപ്പാൻ്റെ പേരെന്താ, ഈ അഡ്രസ് അടക്കം നബി തങ്ങൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു എന്നത് സ്വഹീഹായ ഹദീസാണ്. നമ്മുടെ ഈ മൊബൈൽ ടവറുകൾക്ക് ആരാ വിളിക്കണത്, ആരുടെ കോളെന്നായി വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, ഒരു ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഉണ്ടെങ്കിൽ പുണ്യ നബിക്ക് അള്ളാഹു ഇത് സാധ്യമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് എന്ത് പ്രയാസം. അള്ളാഹുവിൻ്റെ ലോകമല്ലേ. അവ മനസ്സറിഞ്ഞ് 3 സ്വലാത്ത് റൗദയിലേക്ക് ഹബീബ്, പട്ടാമ്പിയിലെ ഈ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്വലാത്തുകൾ ഹബീബിൻ്റെ തിരുമുറ്റത്തേക്ക്, തിരുസന്നിധിയിലേക്ക് അങ്ങനെ നിയ്യത്ത് ചെയ്തങ്ങ് ചൊല്ലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ്, സമാധാനം കിട്ടും സ്വലാത്ത് ചൊല്ലിയാൽ. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ പ്രവർത്തകർ, അമലിൻ്റെ വളണ്ടിയർമാർ വരുമ്പോൾ എല്ലാവരും നന്നായി കൈയഴിഞ്ഞ് സഹായിക്കണേ. ഇത്രയും വലിയൊരു പന്തൽ ഉണ്ടാക്കാൻ തന്നെ ചിലവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായം വേണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു വഹി കൊടുത്തത്രേ. എന്താണ് വഹി? മൂസാ നബിയെ, ഇർഹം ഇബാദി അൽ മുബ്തലാ വൽ മുആഫാ. മൂസാ നബിയെ, എൻ്റെ അടിമകളിൽ കഷ്ടപ്പാടനുഭവിക്കുന്നവരെയും ഒരു കുഴപ്പമില്ലാത്തവരോടും നിങ്ങൾ റഹ്മത്ത് ചെയ്യണേ മൂസാ നബിയെ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം, എന്താ പടച്ചോനെ, കഷ്ടപ്പാടുള്ളവരോട് റഹ്മത്ത് ചെയ്യണം, ശരി തന്നെ, ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരോട് റഹ്മത്ത് ചെയ്യേ, അങ്ങനെ ഉണ്ടോ? ഫമാ ബാലുൽ മുആഫാ. മൂസാ നബി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, ഒരു കുഴപ്പമില്ലാത്തവരോട് ഞാൻ എന്തിനാ കരുണ ചെയ്യേണ്ടത്? അവരോട് റഹ്മത്തോ, വീടും കുടിയും വരുമാനം ഒക്കെ ഉണ്ട്, അവരോട് ഞാൻ എന്ത് റഹ്മത്ത് ചെയ്യാനാണ്? പാവപ്പെട്ട മുബ്തല, പരീക്ഷണത്തിൽ കഴിയുന്നവർ, രോഗത്തിൽ, കടത്തിൽ, ദുരിതത്തിൽ കഴിയുന്നവർ, അവരോട് റഹ്മത്ത് ചെയ്യണം. മനസ്സിലായി റബ്ബേ? ഒരു കുഴപ്പമില്ലാത്തവരോട് റഹ്മത്ത് ചെയ്യേ, അതെന്ത് റഹ്മത്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും എൻ്റെ ഉത്തരം? എന്താണ് പറഞ്ഞതിൻ്റെ ഉത്തരം? സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ ഫമാ ബാലുൽ മുആഫാ. അല്ലാഹുവേ, ഒരു കുഴപ്പമില്ലാത്ത ആളുകളോട് റഹ്മത്ത് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവരോട് റഹ്മത്ത് ചെയ്യണം എന്തേ? ലിഖില്ലതി ശുക്രിഹി അലാ മുആഫാതി. ഞാൻ അവർക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പേരിൽ അവരെന്നോട് ശുക്ർ ചെയ്യാത്തവരാണ്. അതുകൊണ്ട് അവരുടെ കാര്യം വളരെ പ്രശ്നമാണ് മൂസാ നബിയെ. അവരോടൊക്കെ റഹ്മത്ത് കാണിച്ചേക്കിൻ, അവരോട് ദയാവായ്പ കാണിക്കണം, അവരോട് സിമ്പതി വേണം. അത് സിമ്പതി കാണിക്കാനേ പറഞ്ഞു. എന്തേ? ഇത്രമേൽ അള്ളാഹു സൗകര്യം തന്നിട്ട് ഇത് റബ്ബാണ് എന്ന് അതിന് ശുക്ർ ചെയ്യേണ്ടതിന് പകരം എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, എൻ്റെ ഫോണ് പഴയ മോഡലല്ലേ, ഇതൊക്കെയാ പരാതി. യാ അല്ലാഹ്, ഉള്ളതിന് ശുക്ർ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയൊരു പരീക്ഷണമാണ്. ആഫിയത്തുള്ള ആളുകൾക്കാണത് സംഭവിക്കുന്നത് അത്രേ. ശുക്ർ ചെയ്യൂല. നമ്മുടെ മക്കളൊക്കെ അങ്ങനെ വളരുന്നത്. വേണം 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 എന്നല്ലാണ്ട് കയ്യിൽ കിട്ടിയതിനെ കുറിച്ച് പിന്നെ ചിന്തയില്ല, അതിന് ശുക്രില്ല, അള്ളാഹുവിനോട് നന്ദിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആലയോട് ഹിദായത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിന് സേവനം ചെയ്യാനുള്ള തൗഫീഖാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. പടച്ചവന് സേവനം ചെയ്യാനുള്ള തൗഫീഖ്. അള്ളാഹ്ക്ക് സേവനം ചെയ്യേ, അള്ളാഹുവിൻ്റെ മസ്ജിദിന്, ദീനിന്, ഇൽമിന്, സമൂഹത്തിന്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, നിരാലംബർക്ക്, രാജ്യത്തിന്, നാടിന്, ജന്തുജാലങ്ങൾക്ക്,
ഇതൊക്കെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ്, അതാണത്രേ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും അല്ലാഹു ഫീമൻ തവല്ലൈത് എന്ന സുബ്ഹിക്ക് നമ്മൾ പറയുന്ന ഖുനൂത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണെങ്കിൽ അല്ലാഹു തആല അവനെ അനുസരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകിയിരിക്കും. അവർക്ക് സുബ്ഹിക്ക് എഴുന്നേൽക്കാൻ പറ്റും, അവർക്ക് നന്മ ചെയ്യാൻ പറ്റും, അവർ കളവ് പറയുന്നില്ല, അവരുടെ മനസ്സുകളിൽ ആരോടും വെറുപ്പില്ല. അതുമാത്രമല്ല, എങ്ങാനും ഒരു തെറ്റ് പോവുകയാണെങ്കിൽ ഒരു ദിവസം നേരം പുലർന്ന് നമ്മൾ മലക്കുകളല്ലല്ലോ, തെറ്റ് സംഭവിക്കാം. ആ തെറ്റു കഴിഞ്ഞാൽ അല്ലാഹുവേ പൊറുക്കണേ, മാപ്പ് നൽകണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കാനുള്ള തൗഫീഖും കിട്ടും. ഈ അല്ലാഹുമ്മ ഹ്ദിനി എന്ന ഖുനൂത്തിന് ഉത്തരമുണ്ടെങ്കിൽ. നമ്മൾ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരാ. ഇമാമുന ഷാഫിഈ തങ്ങളുടെ മദ്ഹബാണ് സുബ്ഹിയിലെ ഖുനൂത്തുണ്ട് എന്ന്. പിന്നെ ഇനി വേറെ ഏത് ഹദീസുണ്ട് എന്ന് പറഞ്ഞു വന്നാലും ഇമാം ഷാഫിഈ തങ്ങൾക്ക് ലഭിച്ച ഒരു മസ്അല അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തിയിട്ടേ അവിടെ ഖുനൂത്തൊന്നുമില്ല, ഖുനൂത്തില്ലാണ്ട് ഞങ്ങൾ നിസ്കരിക്കുള്ളൂ എന്നൊക്കെ വാശിണ്ടെങ്കിൽ നിസ്കരിച്ചോ. പക്ഷേ ഇമാം ഷാഫിഈ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിം, ഇതിനെ മറികടക്കാനൊന്നും ഇവിടെ ഒരു ആൺകുട്ടിയും ജനിച്ചിട്ടില്ല 20-ാം 21-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചു. അപ്പോൾ ഖുനൂത്ത് ഓതിക്കോളേ, വെറുതെ പറയാം ആ ഹദീസ് ഉണ്ടല്ലോ ഖുനൂത്ത് ഓതിയിട്ടില്ല എന്ന് പറയാം. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ ദീനിൻ്റെ മസ്അലകൾ അവിടെ രചിച്ചു വെച്ചിട്ടുള്ളത്. അബൂ തുറാബുൻ നഖ്ശബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മലയോരത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഒരു മലയുടെ താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. ആളോട് ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാണ്? ഖിദർ നബിയെ കണ്ടവരൊന്നുമില്ലല്ലോ സദസ്സിൽ, ആരെങ്കിലും ഉണ്ടോ? ഖിദർ അലൈഹിസ്സലാമിനെ കണ്ടു എന്നൊക്കെ ഉറപ്പുള്ളവരെ എന്നുണ്ടെങ്കിൽ കൈവക്കിയാട്ടെ. ഇല്ല, നിങ്ങൾ കണ്ടോ? സംശയമുണ്ട്? മാഷാ അല്ലാഹ്. ഒരു പറഞ്ഞോ? ഇല്ല, മനസ്സ് പറഞ്ഞു. ശരിയാവാം, അല്ലായിരിക്കാം അല്ലേ? ചോദിക്കണം, നിങ്ങൾ ഖിദർ നബി ആണോ എന്ന്. അബൂ അയ്യൂബ് നഖ്ശബി റഹ്മത്തുള്ളാഹി അലൈഹി ഖിദർ നബി അലൈഹിസ്സലാമിനെ കണ്ട് പരിചയമുള്ള ആളാണ്. അങ്ങനത്തെ ഒരുപാട് ഇമാമിങ്ങളുണ്ട്, ഞാൻ വഴിയെ പറയാം. അതൊരു സൗഭാഗ്യം, ഒരു അനുഭവം. ഔലിയാക്കന്മാരുടെ വിഷയം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു ഡ്യൂട്ടിയാണ് ഖിദർ നബി അലൈഹിസ്സലാമിനെന്നാണ് മഹാന്മാർ പറയുക. ഔലിയാക്കന്മാരുടെ ലോകത്താണ് അദ്ദേഹം ഉണ്ടാവുക, മഹാനവർ ഉണ്ടാവുക, മരിച്ചിട്ടില്ലെന്ന. ഒരു മലയുടെ താഴ്വരയിൽ ഒറ്റക്കിരിക്കുന്ന ഒരു മനുഷ്യനോട് മഹാനായ അബൂ തുറാബ് നഖ്ശബി റഹിമഹുല്ലാ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അനൽ ഖദിറു അൽ മുവക്കലു ബിൽ ഔലിയാ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ വിഷയം നോക്കാൻ അല്ലാഹു ഏൽപ്പിച്ച ഖിദറാണ് ഞാൻ. അറുദ്ദു ഖുലൂബഹും ഇദാ ശറദത് അനില്ലാഹ്, അല്ലാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് അവരുടെ ഹൃദയമെങ്ങാനും മാറി നിൽക്കുകയാണെങ്കിൽ ആ ഹൃദയത്തെ അല്ലാഹുവിലേക്ക് തിരിച്ചുവിടലാണ് എൻ്റെ ജോലി. എന്നിട്ട് പറഞ്ഞു, യാ അബൂ തുറാബുൻ നഖ്ശബി അത്തലഫു ഫീ അവ്വലി ഖദമിൻ വന്നജാതു ഫീ ആഖിരി ഖദം, അല്ലാഹു കൈപിടിച്ചില്ല എങ്കിൽ നിങ്ങൾ ആദ്യം എടുത്തു വെക്കുന്ന കാൽവെപ്പിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം. പക്ഷെ അല്ലാഹു കൈപിടിക്കുകയാണെങ്കിൽ വന്നജാതു ഫീ ആഖിരി ഖദം, നിങ്ങളുടെ കാൽ അവസാനിക്കുന്നിടത്ത് നിങ്ങൾക്ക് വിജയമുണ്ടാകും. അല്ലാഹു ഏറ്റെടുത്ത ആളുകളെ നേർവഴിയിലേക്ക് അവരുടെ ഹൃദയത്തെ തെളിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു ഏൽപ്പിച്ച ഖിദറാണ് ഞാൻ. കാന ലീ ഖൽബുൻ അഈശു ബിഹി ضاع مني في تقلبي ربي فردده علي فقد ضاق صدري في تطلبه وأغث ما دام بي رمق يا غياث المستغيث به. അല്ലാഹുവേ, എനിക്കൊരു ഹൃദയമുണ്ടായിരുന്നല്ലോ. കാനലി ഖൽബുൻ അഈശു ബിഹി, ജീവിതത്തിന്റെ അർത്ഥമറിയുന്നൊരു ഹൃദയം എനിക്കുണ്ടായിരുന്നല്ലോ. ഹൃദയം കൊണ്ട് ജീവിക്കാനാണ് ഖുർആൻ പറയാം. ബ്രെയിൻ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ പറയുന്ന ഒരു മെറ്റഫറാണ്, ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കല്ലുകൊണ്ട് എല്ലാറ്റിനും ബ്രെയിൻ ഉണ്ടല്ലോ, പക്ഷേ ഖുർആനും ഹദീസൊക്കെ ചർച്ച ചെയ്യുക ദിമാഗ് എന്ന വാക്കിന് പകരം ഖൽബ് എന്ന വാക്കുകൊണ്ടാണ്. ഹൃദയം സ്നേഹത്തിൻ്റെ ഇടമാണ്. സ്നേഹം
വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം പറയുന്നേ വേണ്ട. കൊറോണയ്ക്ക് ശേഷം നമ്മളൊക്കെ കണ്ട് മുറിച്ചു മാറ്റപ്പെട്ടില്ലേ അല്ലേ? അതുവരെ നൂറ്റാണ്ടുകളോളം ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ മുറിച്ച് മാറ്റി. അന്ന് ജുമ നിർത്തി ഇപ്പം പോകാത്ത എത്ര മഹാന്മാരുണ്ടെന്ന് അറിയാമോ നാട്ടിലൊക്കെ? മടി പിടിച്ചതാ, അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല, പിന്നെ അവിടെ കിടക്കും. അങ്ങനെ മരിച്ചു പോകാതെ ഉണ്ടാവും. അള്ളാഹ് കാക്കട്ടെ. ജീവിക്കാൻ ഒരു ഹൃദയമുണ്ടായിരുന്നു റബ്ബേ. ചിലപ്പോൾ നല്ല ഇബാദത്ത് ചെയ്യണമെന്ന ഉത്സാഹം, ചിലപ്പോൾ കുറേ ഖുർആൻ ഓതും, പിന്നെ പൂട്ടിച്ച് തിരിഞ്ഞു നോക്കൂല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ചെയ്യുന്നത് കൺസിസ്റ്റൻ്റായി ചെയ്യലാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ്. ഖൈറുൽ അഅമാലി അദ്വമുഹു അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു. നിങ്ങൾക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യുന്നത് എപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോവുക. ഒരു പേജ് ഓതാതെ എന്നും ഓതുക. ഒരിക്കൽ 10 ജുസൊക്കെ ഓതും, പിന്നെ ആ വഴിക്ക് കിട്ടൂല. 6 മാസത്തിന് പിന്നെ ആളുണ്ടാവില്ല. അങ്ങനെ വേണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടം അതല്ല, കുറച്ച് കുറച്ച് എന്നും കൊണ്ട് നടക്കുക. പടച്ചവനെ, എൻ്റെ ഹൃദയം, ഞാൻ ഹൃദയം കൊണ്ട് ജീവിച്ചവനായിരുന്നു റബ്ബേ. പക്ഷേ ചിലപ്പോൾ നന്മയോട് സ്നേഹം തോന്നും, ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും, അപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ദിക്റും ചൊല്ലൂല, സ്വലാത്തുല്ല, റാത്തിബുല്ല, മൗലിദുല്ല, ഹദ്ദാദ് റാത്തി ഒന്നുമില്ല. അതൊക്കെ ഉണ്ടായിരുന്നു, അങ്ങ് നിൽക്കും. അപ്പോൾ വേറെന്തോ തിരക്കിലങ്ങ് പോകും. ഓൺലൈൻ ബിസിനസ്സിലാന്ന് പറയും. അതൊക്കെ കഴിഞ്ഞ് പൊട്ടിപ്പാളീസായി തിരിച്ചു വരുമ്പോൾ ഞാൻ രണ്ടാമത് തുടങ്ങുക. അന്നൊക്കെ നല്ല കുട്ടിയായിരുന്നു, അവല് സൊഫിലുണ്ടായിരുന്ന ആളാ, പിന്നെ കുറേ കാലം കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവില്ലേ? റമളാനിലൊക്കെ ഭയങ്കരമായ മനസ്സിന് മാറ്റം വരും. പക്ഷെ ആ മാറ്റം കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകാൻ കഴിയില്ല. ആ പെരുന്നാളിന് വല്ല ഗാനം വിളിയാണ് അവിടെയും പോയി വാ വിളിച്ച് നിൽക്കും. 27-ന് പോയി നൊലവിളിച്ച് കരഞ്ഞു പോകുന്ന ആളായിരിക്കും. പിന്നെ അവൻ മറന്നിട്ടുണ്ടാവും ഞാൻ എന്നെ കരഞ്ഞത്. അവിടെ പോയി കയ്യും പൊട്ടിച്ചിരിച്ച് തിമിർത്താടി അങ്ങ് ബാത്തിലാക്കി പോരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതാണ് ഹൃദയത്തിൻ്റെ പെടക്കലിൽ ആ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി റബ്ബേ. ഹിജാബ് ധരിച്ചിരുന്ന പെണ്ണുങ്ങൾ അത് അഴിച്ചു വെക്കുന്നവരുണ്ട്. അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കൾ ആ സ്വഭാവത്തിൽ നിന്ന് വഴിമാറി പോകുന്നുണ്ട്. ഇത് ഹൃദയത്തിൻ്റെ ഒരു പെടയലാണ്. അതിനാണ് റബ്ബേ, എൻ്റെ ഹൃദയത്തിൻ്റെ പെടയലിൽ എനിക്കത് നഷ്ടമായി, എൻ്റെ ഹൃദയം. അതുകൊണ്ട് അതെനിക്ക് തിരിച്ചു തരണം. റബ്ബി ഫർദുദുഹു അലയ്യ ഫഖദ് ളാഖ സദ്രി ഫീ തഖല്ലുബിഹി. ആ ഹൃദയം എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് റബ്ബേ, എൻ്റെ ഹൃദയത്തിന് തേങ്ങലാണ്, വിങ്ങിപ്പൊട്ടലാണ്, വിഷമമാണ്. ആ ഹൃദയം ഒന്ന് തിരിച്ചു തരുമോ? എനിക്കൊന്ന് തിരിച്ചേൽപ്പിക്കണേ. എൻ്റെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹുവേ നീ എന്നെ കൈപിടിക്കണേ. യാ ഗിയാസൽ മുസ്തഗീസി ബിഹി. ഹൃദയം കൊണ്ടല്ലേ റബ്ബേ നിന്നിലേക്ക് അടുക്കാൻ കഴിയൂ. നീ എങ്ങാനും എന്നെ കൈപിടിച്ചില്ലെങ്കിൽ എൻ്റെ ആ ഒരു നല്ല ചിന്തകൾ അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ എവിടെ നിന്ന് കിട്ടാനാണ്? അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇരക്കണേ. പടച്ചവനെ, നിന്നിലേക്ക് മനസ്സ് തിരിയുന്ന ഒരു മനസ്സ്, നിന്നെക്കുറിച്ച് ചിന്തിച്ചു പോകുന്ന ഒരു മനസ്സ്, എന്തിലും ഏതിലും നിന്റെ തിരുദാത്തിന്റെ നർമ്മണം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞത് മഹാനായ സംനൂനുൽ മുഹിബ്ബ് റഹിമഹുല്ലാ മഹാനവർകളുടെ ത്വബഖാത്ത് സുലമി എന്ന് പറയുന്ന ത്വബഖാത്തിലുണ്ട്. എന്താണ് മഴ പെയ്യണ്ട? ഒന്ന് ദിക്ർ ചൊല്ലണേ. ഒരു 3 ദിക്ർ അങ്ങ് ചൊല്ലിക്കോളൂ. നിങ്ങൾ എണീറ്റ് പോരണമെങ്കിൽ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ, എല്ലാവരും ചൊല്ലി. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുമ്മ അലൽ ആകാമി വള്ളിറാബി وبطون الأودية ومنابت الشجر. പുണ്യ നബി തങ്ങളുടെ കാലത്ത് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, നബിയെ മഴ കൊണ്ട് കുടുങ്ങി, നബിയെ ഞങ്ങൾക്ക് മഴ വേണ്ട എന്ന് പറയാൻ വന്നപ്പോൾ മദീനയുടെ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് പുണ്യ നബി പറഞ്ഞ വചനങ്ങളാണിത്. അള്ളാഹുവിനോട് മഴ വേണ്ട എന്ന് പറയരുതേ. അള്ളാഹുവെ ഞങ്ങൾക്ക് ചുറ്റും കൊടുത്തേക്കണമേ. ഞങ്ങൾക്ക് മഴ വേണ്ട എന്ന് പറയും. കിണറ്റിൽ വെള്ളം വേണ്ടേ? ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട പഠിച്ചോ? ഇപ്പൊ വേണ്ട, ചുറ്റും കൊടുത്തേക്കണമേ.
ചൊല്ലിക്കോളി. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി الشجر. ഒന്നുകൂടെ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി الشجر. നമ്മുടെ പരിപാടിക്ക് ഒരു പ്രയാസവുമില്ലാതെ അല്ലാഹു അത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകട്ടെ. ആമീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ദുആയാണ് വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുവേ, നീ ആരെയൊക്കെയാണോ ഏറ്റെടുത്തത് അക്കൂട്ടത്തിൽ ഞങ്ങളെയും ഏറ്റെടുക്കണമേ. മഹാനായ യഹ്യ ഇബ്നു മുആദ് റാസി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, അല്ലാഹുവിനെ കുറിച്ചുള്ള തൗഹീദ്, തൗഹീദ് എന്ന് പറയുന്നില്ലേ, എന്താണ് തൗഹീദ്? ലൻ യസ്ല ഇലാ ഖൽബിക റൂഹു തൗഹീദ് വലില്ലാഹി ഫീ ഖൽബിക ഹഖ്ഖുൻ ലം തുഅദ്ദിഹ്. നിന്റെ ഹൃദയത്തിലേക്ക് തൗഹീദിന്റെ ആത്മാവ് കടന്നു വരണമെങ്കിൽ, നിന്റെ ഹൃദയത്തിലേക്ക് തൗഹീദിന്റെ ആത്മാവ് കടന്നു വരണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന് ബാക്കി വെച്ച ഒരു ഹക്കും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഹക്ക് നിന്റെ ഖൽബിലുണ്ടായിരിക്കെ കൊടുക്കാതിരുന്നാൽ തൗഹീദിന്റെ മധുരമറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആത്മജ്ഞാനികളുടെ നേതാവ് യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ആളുകളാണെന്ന് പറയുന്നില്ലേ? തൗഹീദിനെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്നവരില്ലേ? എന്താണ് ഈ തൗഹീദ് എന്ന് പറയുന്നത്? നിന്റെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് നിന്റെ ഖൽബിൽ ബാക്കി വെച്ചാൽ തൗഹീദിന്റെ നറുമണം ഖൽബിലേക്ക് കിട്ടുകയില്ല, ഖൽബിലേക്ക് കിട്ടുകയില്ല. ഹൃദയത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, ഖൽബിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, ഖൽബിനെ നിയന്ത്രിക്കുന്നതും അവനാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിലേക്ക് നീളുന്ന സ്നേഹത്തിന്റെ ഒരു പാലം പണിയണം. നന്മയിലും നമ്മുടെ വിഷമത്തിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും അല്ലാഹുവേ, നീ എൻ്റെ വലിയാണ്, നീ എൻ്റെ ഉടമസ്ഥനാണ് എന്ന് മനസ്സിലാക്കാനും ഖൽബ് കൊണ്ട് ചിന്തിക്കാനും കഴിയുന്ന വിധം നമ്മുടെ ഖൽബിൽ അല്ലാഹുവിന് സ്ഥാനമുണ്ടോ അവിടെ തൗഹീദ് വരികയുള്ളൂ എന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹ്മത്തുള്ളാഹി തആല അലൈഹി. നമ്മുടെ ഓഡിറ്റോറിയം തുറന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് കയറിയിരിക്കാമെന്ന് പറയുന്നേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വദ്ദിറാബി വബുതൂനിൽ ഔജിയതി വമനാബിതി الشجر. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഹസ്സ മിനൻ നാസി ബിഗഫ്ല. മഹാനായ ഹബീബിന്റെ സ്വഹാബി, നമ്മൾ അധികമൊന്നും പേര് കേട്ടിട്ടില്ലാത്ത സ്വഹാബി അൽ വദീൻ ഇബ്നു അത്വാ റളിയല്ലാഹു അൻഹു, അവർ പറയുകയാണ്, ജനങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്ത അകന്നുപോയാൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഇടപെടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തെക്കുറിച്ചുള്ള ചിന്ത അതില്ലാതെ പോയാൽ ഹബീബായ നബി തങ്ങൾ ഇടപെടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഹസ്സ മിനൻ നാസി ബിഗഫലത്തിൻ അനിൽ മൗത്ത്. മരണത്തെ സംബന്ധിച്ചുള്ള ഒരു അശ്രദ്ധ ജനങ്ങൾക്ക് വരികയാണെങ്കിൽ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ വാതിലിന്റെ 2 വാതിൽക്കട്ടിൽ പിടിച്ചുകൊണ്ട് 3 പ്രാവശ്യം നബി തങ്ങൾ വിളിച്ചു പറയും, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ, യാ അഹ്ലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകളെ, മരണം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു, അത് അനിവാര്യമാണ്. മരിക്കും. 2 പേർ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. 2 ആളും, വാപ്പ രാവിലെ മരിച്ചു, വാപ്പാനെ മറവ് ചെയ്യാൻ അതിൻ്റെ ജനാസ പങ്കെടുക്കാൻ വേണ്ടി പോവാൻ. ഒന്ന് കോഴിക്കോട് ജില്ലയിലെ വേളത്ത് ഒരു മൂസ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. വേറെ ഒരാൾ
കൊടിയത്തൂർ പ്രദേശത്ത് മുഹമ്മദ് കുട്ടി, അള്ളാഹു രണ്ടുപേർക്കും മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നും കൂടെ മനസ്സറിഞ്ഞങ്ങ് ചൊല്ലിക്കേ. പുണ്യനിബിതങ്ങൾ ആകാശത്തേക്ക് വിരലുകൊണ്ട് ഇങ്ങനെ ഒരു വട്ടം വരച്ചു എന്നാ. ആ വട്ടം വരച്ചിടത്തേക്ക് അനസ് റളിയല്ലാഹു അൻഹു പറയാ, ആ മേഘങ്ങളെ അള്ളാഹു നീക്കിക്കൊണ്ടുപോയത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. അപ്പം അത് നടക്കും. ഒന്ന് മനസ്സറിഞ്ഞിട്ടെന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ اللهم على الآكام والجبال والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام وعلى الجبال والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والجبال والضراب وبطون الأودية ومنابت الشجر اللهم حفظك يا الله. ഹബീബായ നബി തങ്ങൾ വാതിൽ കട്ടിൽ പിടിച്ചുകൊണ്ട് പറയും, യാ അഹ്ലൽ ഇസ്ലാം യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇസ്ലാമിൻ്റെ ആളുകളെ, മരണം അതിൻ്റെ അനിവാര്യതയോടുകൂടെ കടന്നു വരികയാണ്. ജാ അൽ മൗത്ത് ബിമാ ജാ അബി, മരണം വരുന്നത് ചില ആളുകൾക്ക് ആശ്വാസമാണ്. ജാ അബിർ റൗഹി വറാഹ, ചില ആളുകൾക്ക് ആശ്വാസമാണ് മരണം. വൽഖർറത്തിൽ മുബാറക ലിഔലിയാഇർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ബറക്കത്തിൻ്റെ ഒരു മടക്കമാണ് മരണം. മിൻ അഹ്ലി ദാരിൽ ഖുലൂദില്ലദീന കാന സഅയുഹും വറഗ്ബതുഹും ഫീഹാ ലഹ്, അല്ലാഹുവിൻ്റെ സ്വർഗ്ഗലോകം മോഹിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി മനസ്സ് കൊടുത്ത് ജീവിച്ച ആളുകൾക്ക് സന്തോഷത്തിൻ്റെ ഒരു മടക്കയാത്രയാണ് മരണം. ജാ അൽ മൗതു, മരണം വരുന്നു. ബിമാ ജാഅ ബിൽ ഹസ്റതി വന്നദാമ, മരണം അതിൻ്റെ സങ്കടത്തോടെ കടന്നു വരുന്നു ചില ആളുകൾക്ക്. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും, പടച്ചവനെ അത്തരക്കാരിൽ ഞങ്ങളെ പെടുത്തരുതേ റബ്ബേ. വൽഖർറത്തിൽ ഖാസിറ, അത് പരാജയത്തിൻ്റെ മടക്കമാണ്. ലിഔലിയാഇ ശൈത്വാൻ, പിശാചിൻ്റെ കൂടെ നടന്നവർക്ക് അത് പരാജയത്തിൻ്റെ മടക്കമാണ്. മദ്യപാനത്തിലും ലഹരിയിലും തോന്നിവാസങ്ങളിലും കഴിഞ്ഞുകൂടിയവർക്ക് അത് സങ്കടത്തിൻ്റെ മരണമാണ്, സങ്കടത്തിൻ്റെ മടക്കമാണ്. മിൻ അഹ്ലി ദാരിൽ ഗുറൂർ, ഈ ഭൗതികതയിൽ നിന്നാണ് പോകുന്നത്. കാന സഅയുഹും വറഗ്ബതുഹും ഫീഹാ ലിഅഹ്ലിഹാ, ഈ ലോകത്ത് നിലനിൽക്കണം, ഇവിടെ ഒന്നും പറ്റരുത്, ഇതുമതി, മരണം അത് മരിച്ചിട്ടല്ലേ, അതൊന്നും എനിക്ക് വിഷയമല്ല എന്ന് ഈ ലോകത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളുടെ മരണം അത് സങ്കടത്തിൻ്റെ മരണമാണ്, നഷ്ടത്തിലേക്കുള്ള യാത്രയാണ്. ഇങ്ങനെ നിബിധങ്ങൾ വാതിലിൻ്റെ വാതിൽ കട്ടിൽ പിടിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഞങ്ങൾ വിളിച്ച നിബിധങ്ങൾ പറയുമായിരുന്നുവെന്ന് മഹാനായ അൽ വദീൽ ഇബ്നു അതാ റളിയല്ലാഹു അൻഹു ആ ഹദീസിന്റെ അവസാനം പുണ്യനിബിധങ്ങൾ പറയുന്നു. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അലാ ഇന്ന ലികുല്ലി സാഇൻ ഗായ, എല്ലാ പരിശ്രമിക്കുന്ന ആളുകൾക്കും ഒരു ലക്ഷ്യമുണ്ട്, എല്ലാ പരിശ്രമിക്കുന്നവർക്കും ഒരു ലക്ഷ്യമുണ്ട്. വഗായതു കുല്ലി സാഇൻ അൽ മൗത്ത്, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അവസാനം പരിശ്രമം നിർത്തിവെച്ച് നിങ്ങൾ മരണത്തിന് കീഴടങ്ങേണ്ടവരാണ്. നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തേക്കാം, പക്ഷേ നിങ്ങളുടെ പരിശ്രമങ്ങളുടെ അന്ത്യം ഒരു മരണമാണ്. ഫസാബിഖുൻ വമസ്ബൂഖ്, ചില ആളുകൾ ആ ലക്ഷ്യത്തിലേക്ക് നേരത്തെ എത്തുന്നുണ്ട്, ചില ആളുകൾ വൈകിയാണ് എത്തുന്നത്. എന്നാൽ മരണം നിങ്ങളുടെ കൂടെയുണ്ട്, ഓർക്കണേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇനിയാണ് നമ്മുടെ വിഷയത്തിൻ്റെ കാതലായ ഭാഗത്തിലേക്ക് കടക്കുന്നത്. മുഅ്മിനീങ്ങളുടെ വലിയ അല്ലാഹുവാണ്. വലിയ രണ്ടർത്ഥത്തിലുണ്ട്. ഒന്ന്, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വലിയ എന്ന് പറയും. അള്ളാഹു നമ്മുടെ വലിയാണ്, നമ്മെ ഏറ്റെടുത്ത നമ്മുടെ രക്ഷിതാവാണ്.
ചിലർ പറയും MLA നമ്പർ എൻ്റെ അടുത്തുണ്ട് എന്ന്. MLA വിളിച്ചിട്ടുണ്ടാവില്ല, വിളിച്ചാൽ മൂപ്പർ എടുക്കുന്നുണ്ടാവില്ല ചിലപ്പം. പക്ഷേ എന്ത് ഗമേ, മന്ത്രിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര അഭിമാനം വേണം. നമ്മുടെ കൂടെ അള്ളാഹുണ്ട്, നമ്മുടെ കൂടെ റബ്ബുണ്ട്. അള്ളാഹു നമ്മുടെ വിളി കേൾക്കുന്നുണ്ട്. പടച്ചവൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സദസ്സിലേക്ക് അള്ളാഹു മുതവജ്ജിഹാൻ. ഇതറിയുമ്പോൾ നമുക്ക് തോന്നേണ്ട അഭിമാനല്ലേ, നമുക്കല്ലേ കരുത്ത്, നമുക്കല്ലേ ശക്തി. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അള്ളാഹിന്റെ കൂടെയാണെങ്കിൽ അള്ളാഹുവിന് നമ്മൾ ആവശ്യമില്ല, പക്ഷെ നമുക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ട്. വഹുവൽ മുസ്തഗ്നി അൻ കുല്ലി ഷൈ. പക്ഷെ നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാ, നമ്മൾ അഭിമാനിക്കേണ്ടവരാ. നമ്മൾ ഈ ബാക്ക്വേർഡ് എന്താ പറയുക, OBC പെട്ട ആൾക്കാരല്ല, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അല്ല. നമ്മൾ ഫോർവേഡായി ജീവിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ്. ഈ ഉമ്മത്തിന് അഭിമാനം വേണം. നമ്മൾ OBC എന്ന് കേട്ട് നമ്മളൊക്കെ OBC ആയി പോയിട്ടുണ്ട് മനസ്സുകൊണ്ടെങ്കിലും. അങ്ങനെ ആവരുത്. നമ്മൾ OBC അല്ല, നമ്മൾ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത്-ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്. അള്ളാഹു മുഅ്മിനീങ്ങളുടെ രക്ഷിതാവാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മുഅ്മിനാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ രക്ഷിതാവാണ്. സ്കൂളിൽ വല്ല കുഴപ്പമുണ്ടാക്കിയ രക്ഷിതാവിനെ കൊണ്ടുവരാൻ പറയില്ലേ? അത് എൻ്റെ മോനാണ്, അല്ലെങ്കിൽ എൻ്റെ മകനാണ്, മകളാണ്, ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന നെല്ലായി ഉസ്താദ് അവറുകൾ സദസ്സിലേക്ക് വീണ്ടും വരികയാണ്. മാഷാ അല്ലാഹ്. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. അള്ളാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ പറയുന്നത്, ഒരു സദസ്സിൻ്റെ പുണ്യം, മജ്ലിസിൻ്റെ കൂലി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഉസ്താദ് ഇപ്പോൾ ഒന്നും പഠിക്കാനല്ല വരുന്നത്. ഒരു മജ്ലിസിലിരിക്കുന്ന ഒരു പുണ്യം, അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഉസ്താദ്മാരുണ്ട്, മുദരിസ്മാരുണ്ട്, ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ ഉസ്താദ്മാർ ഇവിടെയൊക്കെ ഇരിക്കുക. അവരൊന്നും പഠിക്കാനല്ല ഇരിക്കുന്നത്, അതെനിക്കറിയാം. ഒരു മജ്ലിസുൽ ഇൽമ്, ദുആക്കുത്തരമുള്ള സ്ഥലമാണ്. അതിൻ്റെ കൂലി കിട്ടാനാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.